നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. PM ശ്രീ പദ്ധതിയിലെ എതിർപ്പ് മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിച്ച് CPI. ഫണ്ട് വാങ്ങിയാലും ദേശീയ നയം നടപ്പാക്കില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം തള്ളി ബിനോയ് വിശ്വം. ഫണ്ട് വാങ്ങിയാൽ പദ്ധതി നടപ്പാക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. BJPയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയെന്ന് VD സതീശൻ. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡും ജീവനക്കാരും ആർക്കോ വേണ്ടി പ്രവർത്തിച്ചുവെന്നും രേഖകളിൽ അട്ടിമറിയെന്നും പ്രത്യേക അന്വേഷണ സംഘം. സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതിന്റെ രേഖകൾ ഉൾപ്പെട്ട മിൽസ് SIT പിടിച്ചെടുത്തു. ബോർഡിന്റെ പങ്ക് നിഷേധിച്ച് പ്രസിഡന്റ് PS പ്രശാന്ത്. ബോർഡ് അംഗങ്ങളെ ചവിട്ടി പുറത്താക്കണമെന്ന് VD സതീശൻ. ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങണമെന്ന് സൗദി അറേബ്യ. ദ്വിരാഷ്ട്ര പരിഹാരത്തെ അടിസ്ഥാനമാക്കി നീതിയുക്തമായ സമാധാനം കൈവരിക്കാൻ പ്രായോഗിക നടപടികൾ തുടങ്ങണമെന്ന് സൗദി മന്ത്രിസഭ. ആശാ വർക്കർമാരുടെ ക്ലിഫ് ഹൌസ് ഉപരോധത്തിൽ സംഘർഷം. ബാരിക്കേഡിന് മുകളിൽ കയറിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കാമെന്ന് പോലീസ്. ഇന്നത്തെ സമരം അവസാനിപ്പിച്ച് ആശമാർ. ശബരിമലയിൽ ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇരുമുടിക്കെട്ടുമായി 18-ാം പടി കയറി. സന്നിധാനത്ത് പൂർണ്ണകുംഭം നൽകി സ്വീകരണം. നാളെ തിരുവനന്തപുരത്തും കോട്ടയത്തും പരിപാടികൾ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം മുന്നിൽ, കണ്ണൂർ തൊട്ടുപിന്നിൽ. തൃശൂരും കോഴിക്കോടും 3-ാം സ്ഥാനത്ത്. PM ശ്രീ പദ്ധതിയിലെ എതിർപ്പ് മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ഉന്നയിച്ചു. അതിനിടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി. ഫണ്ട് വാങ്ങിയാൽ പദ്ധതി നടപ്പാക്കേണ്ടി വരുമെന്നും രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആരാണ് CPI എന്ന MV ഗോവിന്ദന്റെ പരാമർശത്തിന് അരാഷ്ട്രീയ ചോദ്യം എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ മറുപടി. PM ശ്രീ പദ്ധതിയിലെ എതിർപ്പ് ശക്തമാക്കുകയാണ് CPI. ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ CPM ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് പാർട്ടി. മന്ത്രിസഭായോഗം ചേരുന്നതിന് മുൻപ് 4 മന്ത്രിമാരും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വീട്ടിൽ യോഗം ചേർന്നിരുന്നു. മന്ത്രിസഭയിൽ ഇക്കാര്യം ശക്തമായി ഉന്നയിക്കണമെന്ന് ബിനോയ് വിശ്വം നിർദ്ദേശിക്കുകയും ചെയ്തു. അതനുസരിച്ച് തന്നെ മന്ത്രിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്നാണ് CPI മന്ത്രിമാർ ചോദിച്ചത്. അതേസമയം എതിർപ്പ് എത്രയായാലും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിലാണ് വിദ്യാഭ്യാസ മന്ത്രി. PM ശ്രീയിൽ ചേരുന്നതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന മന്ത്രി V ശിവൻകുട്ടിയുടെ വാദം തള്ളുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി. PM ശ്രീ ഫണ്ട് വാങ്ങിയാൽ പദ്ധതി നടപ്പാക്കേണ്ടി വരുമെന്നും രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി. ഈ ഫണ്ടും NEP-യുമായിട്ട് ബന്ധമാണ്. NEP-യുടെ സ്കീം പൂർണ്ണമായി നടപ്പിലാക്കാതെ ഈ ഫണ്ട് കിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ആരാണ് CPI എന്ന MV ഗോവിന്ദന്റെ പരാമർശത്തിനും കൃത്യമായ മറുപടി നൽകുകയാണ് ബിനോയ് വിശ്വം. അത് പൂർണ്ണമായും ഒരു അരാഷ്ട്രീയ ചോദ്യമാണ്. അത്തരമൊരു അരാഷ്ട്രീയ ചോദ്യം ചോദിക്കാനുള്ള ആളല്ല CPI-എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് എനിക്കറിയാം. അതുകൊണ്ട് CPI-എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ രാഷ്ട്രീയ ആശയ നിലവാരത്തിൽ നിരക്കാത്ത ചോദ്യം ചോദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇടതുമുന്നണി യോഗം ചേർന്ന വിഷയം ചർച്ച ചെയ്യാനാണ് CPM നീക്കം നടത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയിൽ പ്രതികരണവുമായി നേതാക്കൾ. വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള BJPയുടെ ശ്രമമാണ് പദ്ധതിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കാര്യം അറിയാതെയാണ് CPM-ഉം കോൺഗ്രസും വിമർശിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. PM ശ്രീയിൽ സർക്കാരിൽ തന്നെ ഭിന്നത നിലനിൽക്കുന്നതിനിടെയാണ് പ്രതിപക്ഷവും BJPയും പ്രതികരണങ്ങൾ തുടരുന്നത്. BJPയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയാണ് PM ശ്രീ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആദ്യം CPM-ഉം CPI-യും തമ്മിൽ സെറ്റിൽ ചെയ്ത് CPI ഇന്നും പറഞ്ഞിരിക്കുകയാണ് ഇത് മേടിക്കാൻ പാടില്ല എന്ന കടുത്ത നിലപാട് അവരെടുത്തിരിക്കുക. വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട്. ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി
കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങൾ എതിരല്ല. പദ്ധതിക്ക് സർക്കാർ അനുമതി നൽകിയത് BJP CPM ഡീലിന്റെ ഭാഗമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സിലബസിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നത് കോൺഗ്രസ് അംഗീകരിക്കില്ല എന്നും KC പറഞ്ഞു. പദ്ധതിയിൽ LDFിലെ അനൈക്യം പ്രകടമാണെന്ന് CPI നിലപാട് ഉറച്ചതാണോ എന്ന് അവർ തെളിയിക്കട്ടെ എന്നുമായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. നിബന്ധനകളോടെ മാത്രമേ ഫണ്ട് വാങ്ങൂവെന്നും പാർട്ടി നയം വ്യക്തമാക്കിയതാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. കാര്യമറിയാതെയാണ് CPM-ഉം കോൺഗ്രസും വിമർശിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നരേന്ദ്രമോദിജി 2020 അവതരിപ്പിച്ചൊരു പോളിസിയാണ്. ആരെങ്കിലും ആ പോളിസി പഠിച്ചാൽ എല്ലാവരും പഠിച്ച ആൾക്ക് മനസ്സിലാവും ഇത് ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് വേണ്ടി എംപവർമെൻറ്റിൻ്റെ ഒരു എഡ്യൂക്കേഷൻ പോളിസി ആയിരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതെല്ലാം ഒരു ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ ഡിബേറ്റിംഗ് ഇഷ്യൂസ് ആണ്. പദ്ധതിയിൽ CPIക്ക് അവ്യക്തത ഉണ്ടോ എന്ന കാര്യം അറിയില്ലെന്നും മുന്നണിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ടു പോകുമെന്നും EP ജയരാജൻ പ്രതികരിച്ചു. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല ഐക്യത്തോടും നല്ല ഒന്നിച്ചുകൂടെ ഒരു പ്രവർത്തനമാണ് കേരളത്തിലുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് കേരളത്തിൽ സുശക്തമാണ്. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പിണറായി പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന പാർട്ടിയാണ് CPI എന്നും വെള്ളാപ്പള്ളി നടേശൻ പരിഹസിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കറുപ്പുടുത്ത് ഇരുമുടിക്കെട്ടുമായി 18-ാം പടി ചവിട്ടി അയ്യനെ ദർശിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സന്നിധാനത്ത് തന്ത്രിയുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകി രാഷ്ട്രപതിയെ സ്വീകരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം പത്തനംതിട്ടയിലെത്തിയ രാഷ്ട്രപതി റോഡ് മാർഗമാണ് പമ്പയിലെത്തിയത്. കനത്ത സുരക്ഷാ വലയത്തിലാണ് രാഷ്ട്രപതി ദർശനം പൂർത്തിയാക്കി മടങ്ങിയത്. രാവിലെ 8:45 പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ രാഷ്ട്രപതി പ്രത്യേക വാഹനവ്യൂഹത്തിൽ 11 മണിയോടെ പമ്പയിലെത്തി. പുണ്യനദിയായ പമ്പയിൽ കാൽ കഴുകി പമ്പാ ഗണപതി ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രം മേൽശാന്തി വിഷ്ണു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതിക്കും സംഘത്തിനും ഇരുമുടിക്കെട്ട് നിറച്ചു നൽകി. രാഷ്ട്രപതിക്ക് പുറമെ ADC സൗരഭസ് നായർ, PSO വിനയ് മാത്തൂർ, രാഷ്ട്രപതിയുടെ മരുമകൻ ഗണേഷ് ചന്ദ്ര ഹോംബ്രാം എന്നിവരും പമ്പയിൽ നിന്നും കെട്ടുനിറച്ചു. ചടങ്ങുകൾ പൂർത്തിയാക്കി ഗൂർഖ ജീപ്പിൽ സ്വാമി അയ്യപ്പൻ റോഡിലൂടെ 20 മിനിറ്റുകൾ കൊണ്ട് രാഷ്ട്രപതി സന്നിധാനത്തെത്തി. കന്നിമാളികപ്പുറമായി 18-ാം പടി ചവിട്ടി ഭഗവത് സന്നിധിയിലേക്ക്. സന്നിധാനത്ത് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. അയ്യപ്പനെയും ഉപദേവതകളെയും തൊഴുത രാഷ്ട്രപതി മാളികപ്പുറവും വാവരുസ്വാമി നടയും സന്ദർശിച്ചു. അയ്യപ്പ ദർശനത്തിനു ശേഷം ഇരുമുടിക്കെട്ടുകൾ പൂജിച്ച പ്രസാദവും രാഷ്ട്രപതി സ്വീകരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉപഹാരം മന്ത്രി VN വാസവൻ രാഷ്ട്രപതിക്ക് സമ്മാനിച്ചു. ദർശനം പൂർത്തിയാക്കി തിരികെ പത്തനംതിട്ടയിലെത്തിയ രാഷ്ട്രപതി 3:15 തിരുവനന്തപുരത്തേക്ക് മടങ്ങി. അമൃത ന്യൂസ്, പത്തനംതിട്ട. പത്തനംതിട്ട പ്രമാടത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു വന്നിറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു. രാഷ്ട്രപതിയുമായി കോപ്റ്റർ സുരക്ഷിതമായി ഇറങ്ങിയ ശേഷമായിരുന്നു ടയറുകൾ താഴ്ന്നത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് തള്ളി മുന്നോട്ട് നീക്കി. ഹെലികോപ്റ്റർ നിലയ്ക്കൽ ഇറക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇറക്കിയത്. രാവിലെയോടെയായിരുന്നു ഹെലിപാഡ് നിർമ്മാണം പൂർത്തിയായത്. അതുകൊണ്ട് കോൺക്രീറ്റ് പ്രതലം ഉറച്ചിരുന്നില്ല. രാഷ്ട്രപതി യാത്ര ചെയ്ത ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ IAS. ചെറിയ തോതിൽ മാത്രമാണ് ടയർ താഴ്ന്നത്. സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യില്ല എന്നും കളക്ടർ പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ അവരുടെ തന്നെ ടീം വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ H എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ഹെലികോപ്റ്റർ നോർമലി ലാൻഡ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അതൊരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ടോട്ടൽ ഏരിയ കോൺക്രീറ്റ് ചെയ്തു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ SITയുടെ അന്വേഷണം ദേവസ്വം ബോർഡിലേക്കും ജീവനക്കാരിലേക്കും നീങ്ങുന്നതിനിടെ ബോർഡിന്റെ പങ്ക് നിഷേധിച്ച് പ്രസിഡന്റ് PS പ്രശാന്ത്. അറ്റകുറ്റപ്പണികൾക്കായി 2019 കൊണ്ടുപോയതിന്റെ രേഖകൾ അടങ്ങിയ മിനിറ്റ്സ് അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. വിശദമായ രേഖകൾ ദേവസ്വം ബോർഡ് SIT ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നില്ല എന്നും ആരോപണമുണ്ട്.
പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിൽ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതകളാണ് പുറത്തുവരുന്നത്. ദേവസ്വം ഭരണസമിതിക്കും ജീവനക്കാർക്കും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാകില്ലെന്നും കവർച്ചയുമായി ബന്ധമുണ്ടോ എന്ന സംശയവും SIT ചൂണ്ടിക്കാട്ടുന്നു. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡും ജീവനക്കാരും ആർക്കോ വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. രേഖകളിൽ പോലും അട്ടിമറി വ്യക്തമെന്നാണ് SIT ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. അതിനിടെ 2019 ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. സ്വർണം പൂശാൻ തീരുമാനമെടുത്ത യോഗത്തിലെ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് പിടിച്ചെടുത്ത മിനിറ്റ്സിലുള്ളത്. സ്വർണ്ണപ്പാളികൾ കൈമാറ്റം ചെയ്തതിൽ നിലവിലെ പ്രസിഡന്റ് PS പ്രശാന്തും SITയുടെ അന്വേഷണ പരിധിയിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശില്പപാളികളും താങ്ങുപീഠവും കൈമാറാൻ PS പ്രശാന്ത് നിർദ്ദേശം നൽകിയതായി SIT ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ദേവസ്വം ഉന്നതർ മുതൽ താഴേക്കുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും പങ്ക് SIT അന്വേഷിക്കണമെന്നും ഗൂഢാലോചന, അധികാര ദുർവിനിയോഗം, ചുമതലയിൽ നിന്നുള്ള വ്യതിചലനം എന്നിവയും പുറത്തു കൊണ്ടുവരണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതോടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഭരണസമിതിയും അടക്കം പ്രതിക്കൂട്ടിലാകുകയാണ്. അതേസമയം തനിക്ക് പിഴവ് പറ്റിയിട്ടില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് PS പ്രശാന്ത്. നവംബറിൽ കാലാവധി അവസാനിക്കുന്ന ഈ ദേവസ്വം ഭരണസമിതിക്ക് വീണ്ടും നീട്ടി നൽകാനുള്ള സർക്കാർ നീക്കത്തിനും ഈ അന്വേഷണ റിപ്പോർട്ട് തിരിച്ചടിയാവുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണമെന്നുമുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് അടിവരയിടുന്ന ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചവിട്ടി പുറത്താക്കണമെന്നും മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം പുറത്താക്കണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം, ഡിമാൻഡ്, അതിനെ ശരിവയ്ക്കുന്ന തരത്തിൽ അടിവരയിടുന്ന ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതി ഇന്നലെ നടത്തിയിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ BJP തുടക്കം മുതലേ പറഞ്ഞ കാര്യങ്ങളാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ വന്നിരിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ശബരിമലയിൽ കൊള്ള നടന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം 2016 നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. ദേവസ്വം ബോർഡിലെ അഴിമതിക്കും സ്വർണ്ണക്കൊള്ളയ്ക്കുമെതിരെ വൈക്കത്ത് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഭക്തജന മാർച്ച് നടത്തി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, ദേവസ്വം ക്ഷേത്രഭരണം സർക്കാർ വിട്ടൊഴിയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് S. അപ്പു അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ഓഡിറ്റ് റിപ്പോർട്ടിൽ വിലപിടിപ്പുള്ള ക്ഷേത്ര വസ്തുക്കൾ കാണാനില്ലെന്ന് കണ്ടെത്തൽ. 2000 കിലോ ഭാരമുള്ള ഉരുളി, ആനക്കൊമ്പ്, മഞ്ചാടിക്കുരു തുടങ്ങിയവയുടെ കണക്കിലാണ് അവ്യക്തത. സംഭവം വിവാദമായതിന് പിന്നാലെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഗുരുവായൂർ ദേവസ്വം വ്യക്തമാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണം ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ കൈകാര്യം ചെയ്തതായി സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ട്. SBI ഗോൾഡ് ഡിപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപിച്ച സ്വർണം യഥാക്രമം പുതുക്കി വയ്ക്കാത്തതിനാൽ 79 ലക്ഷം രൂപ നഷ്ടം വന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഭക്തർ നൽകിയ ചാക്കുകണക്കിനുള്ള മഞ്ചാടിക്കുരു കാണാതായി, കുങ്കുമപ്പൂവ് രേഖകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാണിച്ച ന്യൂനതകൾ പരിഹരിച്ചുവെന്നും ഇക്കാര്യങ്ങളിൽ വിശദമായ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നും ഗുരുവായൂർ ദേവസ്വം പ്രതികരിച്ചു. 2019 മുതൽ 2022 വരെയുള്ള കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നടപടികളിലെ പിഴവാണ് റിപ്പോർട്ടിൽ ഉടനീളം ചൂണ്ടിക്കാണിക്കുന്നത്. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ അക്കൗണ്ട് ചെയ്യുന്നില്ല. പാലക്കാട് സ്വദേശി 2002 ക്ഷേത്രത്തിൽ നൽകിയ 2000 കിലോ തൂക്കം 15 ലക്ഷം രൂപ വിലയുള്ള ഉരുളി കണക്കിൽ ചേർത്തിട്ടില്ല. പുന്നത്തൂർ ആനക്കോട്ടയിലെ ആനക്കൊമ്പ് ചെത്തിയതിൽ 530-ലധികം കിലോ കാണാനില്ലെന്ന വിവരവും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. പലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾ ഉടനടി ലഘൂകരിക്കണമെന്നും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങണമെന്നും സൗദി അറേബ്യ ആവശ്യപ്പെട്ടു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗത്തിലാണ് ഗാസയിലെ സംഭവ വികാസങ്ങളെ മന്ത്രിസഭാ യോഗം അവലോകനം ചെയ്തത്. സൗദി തലസ്ഥാനമായ
റിയാദിൽ ബ്രിട്ടനിലെ പ്രശസ്തമായ സ്ട്രാത്ക്ലൈഡ് യൂണിവേഴ്സിറ്റി ശാഖ സ്ഥാപിക്കാൻ സൗദി മന്ത്രിസഭയുടെ അംഗീകാരം. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗമാണ് ഇതിന് അംഗീകാരം നൽകിയത്. കുവൈറ്റിൽ പ്രദർശന ലൈസൻസിംഗ് ചട്ടങ്ങളും പൊതുധാർമ്മികതയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും പാലിക്കാത്ത സ്റ്റാൻഡ് അപ്പ് കോമഡി ഷോകൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും. നാഷണൽ കൗൺസിൽ ഫോർ കൾച്ചർ, ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് കലാവിഭാഗം അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ മുസൈദ് അൽ സമേൽ ആണ് മുന്നറിയിപ്പ് നൽകിയത്. നിയമം നടപ്പാക്കുന്നതിൽ കൗൺസിൽ മൃദു സമീപനം സ്വീകരിക്കില്ലെന്നും പൊതുമൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും വിരുദ്ധമായ ഉള്ളടക്കം അവതരിപ്പിക്കുന്നതും നിർദ്ദേശങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം അറിയിച്ചു. സൗദിയിലെ പ്രമുഖ മെഡിക്കൽ സ്ഥാപനമായ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് സ്ഥാപകരും പ്രസിഡന്റുമായ ആലുങ്കൽ മുഹമ്മദിന് ഫോബ്സ് മിഡിൽ ഈസ്റ്റ് അംഗീകാരം. 2025 മികച്ച ആരോഗ്യ സംരക്ഷണ നേതാക്കൾ, സ്ഥാപകരും ഓഹരി ഉടമകളും എന്ന പട്ടികയിലാണ് ആലുങ്കൽ മുഹമ്മദ് സ്ഥാനം പിടിച്ചത്. വരുന്ന ദശകത്തിൽ മേഖലയിലെ ആരോഗ്യ സംരക്ഷണ രംഗത്തിന് പുതിയ നിർവചനം നൽകുന്ന മാറ്റങ്ങളുടെ വക്താക്കളായ എക്സിക്യൂട്ടീവുകൾ, കമ്പനി സ്ഥാപകർ, ഓഹരി ഉടമകൾ എന്നിവരെ ആദരിക്കുന്നതാണ് ഈ വർഷത്തെ ഫോബ്സ് മിഡിൽ ഈസ്റ്റ് ഹെൽത്ത് കെയർ ലീഡേഴ്സ് പട്ടിക. 45ാം റാങ്കിലാണ് ആലുങ്കലിനെ ഉൾപ്പെടുത്തിയത്. കുവൈറ്റിൽ നവംബർ 1 മുതൽ തൊഴിലാളികളുടെ ജോലി സമയം, വിശ്രമ സമയം, പ്രതിവാര അവധി, പൊതു അവധി എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാനവ വിഭവശേഷി സമിതിയുടെ അംഗീകൃത ഇലക്ട്രോണിക് സംവിധാനമായ ആഷൽ പ്ലാറ്റ്ഫോം വഴി രജിസ്റ്റർ ചെയ്യണം. നൽകിയ വിവരങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ അവ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. ഓരോ സ്ഥാപനങ്ങളും അതോറിറ്റിയുടെ ഇലക്ട്രോണിക് സംവിധാനത്തിൽ നൽകിയ ഈ വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഉദ്യോഗസ്ഥർ ഇവ ഔദ്യോഗിക റഫറൻസായി കണക്കാക്കി തുടർ നടപടികൾ സ്വീകരിക്കും. തൊഴിലുടമകൾ ഇവ പ്രിന്റ് ചെയ്ത് ജോലിസ്ഥലത്ത് ദൃശ്യമാകുന്ന സ്ഥലത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്യണം. കുവൈറ്റിൽ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 10,200 പേർക്ക് ഹൃദയാഘാതം സംഭവിച്ചു. കുവൈറ്റ് ഹാർട്ട് അസോസിയേഷൻ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. ഹൃദയാഘാതം സംഭവിച്ച രോഗികളിൽ 65% പേർ ഉയർന്ന രക്തസമ്മർദ്ദം ബാധിച്ചവരും 55% പേർ പ്രമേഹ രോഗം ഉള്ളവർ ആണെന്നും പഠനത്തിൽ കണ്ടെത്തിയതായി കുവൈറ്റ് ഹാർട്ട് അസോസിയേഷൻ ഡയറക്ടർ ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് അൽ സുബൈദ് വ്യക്തമാക്കി. കുവൈറ്റ് ഹാർട്ട് അസോസിയേഷന്റെ സഹകരണത്തോടെ മുബാറക് അൽ കബീർ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഡിയോ മെറ്റബോളിക് സിൻഡ്രം ഹൃദയാരോഗ്യത്തിലുണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. ഉയർന്ന രക്തസമ്മർദ്ദം, പൊണ്ണത്തടി, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങി ഘടകങ്ങളുടെ സംയോജനത്തിൽ നിന്നാണ് ഈ സിൻഡ്രം ഉണ്ടാകുന്നതെന്നും ഇത് ഹൃദയം, വൃക്ക, കരൾ എന്നിവയെ ബാധിക്കുന്ന ഒന്നിലധികം രോഗങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. അമൃത ന്യൂസ്, കുവൈറ്റ്. കുവൈറ്റിൽ സംഘടിപ്പിക്കുന്ന എല്ലാ ഇവന്റുകൾക്കും ലൈസൻസ് നൽകുന്നതിനുള്ള ഏകീകൃത ഡിജിറ്റൽ സംവിധാനമായിരിക്കും വിസിറ്റ് കുവൈറ്റ് പ്ലാറ്റ്ഫോം എന്ന് വിവരശേഖരണ സാംസ്കാരിക മന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ മുത്തരി അറിയിച്ചു. നവംബർ 1 വിസിറ്റ് കുവൈറ്റ് പോർട്ടൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കും. രാജ്യത്തെ ടൂറിസം, കലാ, സാംസ്കാരിക, വിനോദ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രാദേശിക, അന്തർദേശീയ കമ്പനികളിൽ നിന്ന് ഇവന്റ് ലൈസൻസിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഇനി മുതൽ പോർട്ടൽ വഴി മാത്രമായിരിക്കും. ബഹുസ്വരത, നീതി, സമാധാനം എന്ന പ്രമേയത്തിൽ സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദേശീയ സമിതി സംഘടിപ്പിക്കുന്ന ത്രൈമാസ ക്യാമ്പയിന് തുടക്കമായി. ക്യാമ്പയിന്റെ ജിദ്ദ ഏരിയ തല ഉദ്ഘാടനം മീഡിയ ഫോറം പ്രസിഡന്റ് കബീർ കൊണ്ടോട്ടി നിർവഹിച്ചു. വ്യത്യസ്ത സ്വരങ്ങളെ ഉൾക്കൊള്ളുകയും വിവേചനരഹിതമായി എല്ലാവർക്കും നീതി ഉറപ്പാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് സമാധാനവും പുരോഗതിയും ഉണ്ടാവൂ എന്ന് സംസാരിച്ചവർ പറഞ്ഞു. ചെയർമാൻ സലാഹ് കാരാടൻ അധ്യക്ഷത വഹിച്ചു. നാസർ വെളിയങ്ങോട്, ഹക്കീം പാറക്കൽ, ഷിബു തിരുവനന്തപുരം എന്നിവർ സംസാരിച്ചു. സൗദിയിൽ കഴിഞ്ഞ ദിവസം നടന്ന വ്യാപക റെയ്ഡിൽ 19 ഉദ്യോഗസ്ഥരടക്കം 21 പേർ അറസ്റ്റിലായ പ്രതികളിൽ ഗവൺമെന്റ് ജീവനക്കാരുമുണ്ട്. പ്രതിരോധ മന്ത്രാലയത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് സൗദി വനിതകളെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥനാണ് അറസ്റ്റിലായവരിൽ ഒരാൾ. വിദേശ നിക്ഷേപകന്റെ ഉടമസ്ഥയിലുള്ള കമ്പനിക്ക് അനധികൃതമായി ക്രഷർ ലൈസൻസ് അനുവദിച്ചതിന് 16,25,000 റിയാൽ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥനെയും കൈക്കൂലി നൽകിയ വിദേശ നിക്ഷേപകനെയും അറസ്റ്റ് ചെയ്തു. ഇടത്തരം ചെറുകിട സംരംഭകരുടെ ട്രേഡ് മാർക്ക് ഫീസിൽ UAE 50% ഇളവ് പ്രഖ്യാപിച്ചു. ദേശീയ
SME പ്രോഗ്രാമിലെ അംഗങ്ങളായ സംരംഭകർക്കാണ് ഇളവിന് അർഹതയുള്ളത്. ഭിന്നശേഷിക്കാരായ സംരംഭകരുടെ ട്രേഡ് മാർക്ക് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു. UAE സാമ്പത്തിക ടൂറിസം മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതുൾപ്പെടെ പരിഷ്കരിച്ച നിയമത്തിൽ 28 ഇനങ്ങളിലെ ട്രേഡ് മാർക്ക് ഫീസ് കുറച്ചതായും മന്ത്രാലയം അറിയിച്ചു. വിദേശത്തു നിന്നുള്ള നിക്ഷേപകരെയും ആഗോള കമ്പനികളെയും UAEയിലേക്ക് ആകർഷിക്കാനും ചെറുകിട ഇടത്തരം സംരംഭകരെയും ഭിന്നശേഷി സംരംഭകരെയും പിന്തുണയ്ക്കാനും നടപടികൾ സഹായിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. UAEയിലെ മാധ്യമ ഉള്ളടക്കം സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ആമേൻ എന്ന പേരിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. UAE മീഡിയ കൗൺസിലാണ് സംരംഭത്തിന് തുടക്കം കുറിച്ചത്. തെറ്റിദ്ധരിപ്പിക്കുന്നതോ തെറ്റായതോ ആയ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആമേൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി പൊതുജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. രാജ്യത്തിന്റെ സംസ്കാരവും മൂല്യങ്ങളുമായി ചേരാത്തതോ ദോഷകരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതോ UAEയുടെ അംഗീകൃത മാധ്യമ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതോ ആയ സമൂഹ മാധ്യമ ഉള്ളടക്കങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ദുബായ് മെട്രോ ബ്ലൂ ലൈൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ ദുബായ് ഇന്റർനാഷണൽ സിറ്റി 1 ഗതാഗതത്തിന് പുതിയ ക്രമീകരണം ഏർപ്പെടുത്തിയെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. റാസ് അൽ ഖോറിൽ നിന്നും ഇന്റർനാഷണൽ സിറ്റി 1 നിലവിലുള്ള റോഡ് അടച്ചു. ഇതിനു പകരം പുതിയ പ്രവേശന കവാടവും കമ്മ്യൂണിറ്റിയിലേക്ക് കടക്കാനായി പുതിയ റോഡും തുറന്നു. ബ്ലൂ ലൈൻ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഈ ക്രമീകരണം തുടരും. യാത്രക്കാർ ദിശാസൂചികകൾ ശ്രദ്ധിക്കണമെന്നും യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്യണമെന്നും ദുബായ് RTA അറിയിച്ചു. ഒടുവിൽ സഹനം മണപൊട്ടി. സഹന സമരത്തിന്റെ 256 ദിവസമായി ഇന്ന് ആശാപ്രവർത്തകർ ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച ആശമാർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ചിനിടെ വസ്ത്രം വലിച്ചു കീറിയെന്നും ലാത്തികൊണ്ട് മർദ്ദിച്ചുവെന്നും അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് അവർ ഒരുങ്ങുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ പ്രഖ്യാപനങ്ങളുമായി RJD. അധികാരത്തിലെത്തിയാൽ ജീവിക പ്രവർത്തകർക്ക് മാസം 30,000 രൂപ നൽകുമെന്ന് RJD നേതാവ് തേജസ്വി യാദവ്. മഹാസഖ്യം ഒറ്റക്കെട്ടാണെന്നും തർക്കങ്ങളെല്ലാം പരിഹരിച്ച് നാളെ സംയുക്ത വാർത്താ സമ്മേളനം നടത്തുമെന്നും തേജസ്വി പറഞ്ഞു. അതേസമയം മഹാസഖ്യം മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണെന്നാണ് BJP നേതാക്കൾ പറഞ്ഞത്. ബീഹാറിലെ വനിതകൾക്കായി BJP പ്രഖ്യാപനങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി RJD രംഗത്തെത്തിയിരിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിൽ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്ന ജീവിക പ്രവർത്തകർക്ക് 30,000 രൂപ പ്രതിമാസ ശമ്പളമാണ് RJDയുടെ വാഗ്ദാനം. 2 പലിശരഹിത വായ്പയും 2,000 രൂപ പ്രത്യേക ആനുകൂല്യവും നൽകുമെന്ന് RJD നേതാവ് തേജസ്വി യാദവ് പറഞ്ഞു. മാ ബേട്ടി യോജന പദ്ധതിയിലൂടെ വർഷം 30,000 രൂപ ധനസഹായം നൽകും. NDA സർക്കാരിന് കീഴിൽ ജീവിക പ്രവർത്തകർ വലിയ ദുരിതം അനുഭവിക്കുന്നുവെന്ന് തേജസ്വി യാദവ് ആരോപിച്ചു. आज हम कह रहे हैं कि जितनी जीविका दीदी जितनी CM दीदियां हैं उनको स्थायी किया जाएगा और 30,000 रुपए प्रतिमाह हमारी सरकार बनने पर उन जीविका CM दीदियों को दिया जाएगा. जीविका समूह की दीदियों द्वारा लिए गए लोन के सूद को माफ करा जाएगा. അതേസമയം ബീഹാറിൽ മഹാസഖ്യം തകർന്നുവെന്നും ഘടകകക്ഷികൾക്ക് പോലും സഖ്യത്തിൽ വിശ്വാസമില്ലെന്നും BJP ആരോപിക്കുന്നു. സീറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട വലിയ ആരോപണമാണ് RJDയും കോൺഗ്രസും നേരിടുന്നതെന്നും മഹാസഖ്യം മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണെന്നും BJP ദേശീയ വക്താവ് CR കേശവൻ പറഞ്ഞു. The RJD Congress Mahagathbandhan caucus is a doomed sinking ship which is plagued by deep differences, discord and disunity. ശക്തമായ മത്സരമാണ് മഹാസഖ്യം മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഭരണവിരുദ്ധ വികാരം ഗുണം ചെയ്യുമെന്നുമാണ് മഹാസഖ്യത്തിന്റെ നിലപാട്. നിലവിൽ 2ാം ഘട്ട നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഇനി 48 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടെ ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ BJP നീക്കം തുടങ്ങിയതായി ആരോപിച്ച് ജൻസൂരജ് നേതാവ് പ്രശാന്ത് കിഷോർ രംഗത്തെത്തി. ജൻസൂരജിന്റെ സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചത് BJP ഭീഷണിയെ തുടർന്നാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇത്തരം നടപടികൾ നടക്കുന്നതെന്നും പ്രശാന്ത് കിഷോർ ആരോപിച്ചു. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
ഫേസ്ബുക്ക് പോസ്റ്റുമായി ജി സുധാകരൻ തനിക്കെതിരെ സൈബർ ആക്രമണം തുടരുന്നുവെന്നും മുഖ്യമന്ത്രിക്ക് താൻ അയച്ച കവിത എന്ന പേരിൽ ഒന്ന് പ്രചരിക്കുന്നുവെന്നും സുധാകരൻ. തന്റെ പേരിൽ ക്രിമിനൽ സ്വഭാവമുള്ള പോസ്റ്റുകളുണ്ടെന്നും തന്നെ മനഃപൂർവ്വം അപമാനിക്കുകയാണെന്നും പോസ്റ്റിൽ പറയുന്നു. ഇത് ഗുരുതര സൈബർ കുറ്റമാണെന്നും സൈബർ പോലീസ് ശ്രദ്ധിക്കണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ലഡാക്കിലെ സംഘടനകളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തി. ലഡാക്കിന് സംസ്ഥാന പദവി, സർക്കാർ ജോലിയിൽ ലഡാക്ക് നിവാസികൾക്ക് സംവരണം എന്നീ ആവശ്യങ്ങളാണ് സംഘടനകൾ ചർച്ചയിൽ ഉയർത്തിയത്. ലേ അപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിളിച്ച ചർച്ചയിൽ പങ്കെടുത്തത്. സംസ്ഥാന കായികമേളയുടെ ഒന്നാം ദിനം ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങളോടെയാണ് വേദികൾ ഉണർന്നത്. ആദ്യ ദിനം 652 പോയിന്റുമായി തിരുവനന്തപുരമാണ് ഒന്നാമത്. തൊട്ടുപിന്നിൽ കണ്ണൂരും കോഴിക്കോടും 2ഉം 3ഉം സ്ഥാനങ്ങളിലുണ്ട്. നാളെ അത്ലറ്റിക്സ് മത്സരങ്ങൾ കൂടി തുടങ്ങുന്നതോടെ പോരാട്ട ചിത്രം മാറിമറിയും. കായികമേളയുടെ ആദ്യ ദിനമായ ഇന്ന് ഭിന്നശേഷി കുട്ടികളുടെ വിവിധ മത്സരങ്ങളോടെയാണ് വേദി ഉണർന്നത്. വെല്ലുവിളികളെ അതിജീവിച്ച ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ മത്സരങ്ങൾ കാണികൾക്കും പ്രചോദനമായി. വിവിധ ഗെയിംസ് മത്സരങ്ങൾക്കും ഇന്ന് തുടക്കമായി. നീന്തൽ മത്സരങ്ങളിൽ ഉൾപ്പെടെ ആദ്യ ദിനം തിരുവനന്തപുരത്തിന്റെ ആധിപത്യമാണ്. കണ്ണൂരും കോഴിക്കോടും 2ഉം 3ഉം സ്ഥാനങ്ങളിലുണ്ട്. നീന്തൽ മത്സരങ്ങളും തൈക്കൊണ്ടോ, ജൂഡോ, ടേബിൾ ടെന്നീസ്, ഇൻക്ലൂസീവ് ബാഡ്മിന്റൺ, ഖോഖോ തുടങ്ങി വിവിധ മത്സരങ്ങളും അരങ്ങേറി. 100 മീറ്റർ, റിലേ, ബാഡ്മിന്റൺ എന്നീ മത്സരങ്ങളിൽ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കായികമേളയിലെ ഗ്ലാമർ ഇനങ്ങൾ നാളെ ആരംഭിക്കും. അത്ലറ്റിക്സ് മത്സരങ്ങൾ കൂടി തുടങ്ങുന്നതോടെ മേളയുടെ ചിത്രം മാറും. അത്ലറ്റിക്സ് മത്സരങ്ങൾക്കൊപ്പം തൈക്കൊണ്ടോ, ജൂഡോ, ഖോഖോ, ബാസ്കറ്റ്ബോൾ, കബഡി, ഹോക്കി, വോളിബോൾ, ക്രിക്കറ്റ്, ഹാൻഡ്ബോൾ, ഷൂട്ടിംഗ് തുടങ്ങി നിരവധി മത്സരങ്ങളാണ് നാളെ വേദികളിലെത്തുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.